വരുമോ നീ വിഷുക്കണി കാണാനായി എൻ്റെ കരളല്ലേ കരളിൻ കുളിരല്ലേ വരുമാ മോർണിംഗ് ഷോദാനായി നീലക്കണ്ണുള്ള എൻ വെളിപ്പെണ്ണോട് നിന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ. വീടിരായപ്പൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ആ ഒരു മഹാനായ വ്യക്തിത്വം കൂടെ പിന്നെ കടന്നു വന്നു. തീർച്ചയായിട്ടും അവനെയൊന്നും മറക്കാനൊക്കത്തില്ല. കാരണം വെച്ചാൽ 84, 82, 83, 84 കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ദുബായിൽ ഒരുമിച്ച് പോയ ഒരു കാലം ഉണ്ടായിരുന്നു. മനസ്സിലായില്ല, എന്നെ ട്രൂപ്പിൽ അവരുടെ ട്രൂപ്പിൽ എന്നെ മാത്രം വിളിച്ചോണ്ട് പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനൊന്ന് ചങ്ങനാശ്ശേരിയും അവനൊന്ന് കോട്ടയത്തുമാണ് താമസിച്ചിരുന്നത്. അച്ഛനറിയാതെ നീ ചാടണം, അമ്മയറിയാതെ നീ ചാടിപ്പോരണം, നീ വന്നില്ലെങ്കിൽ വരാനൊത്തില്ലെങ്കിൽ നിന്റെ അനുജത്തി അന്നാമെ വിട്ടാൽ മതി, എന്റെ കരളല്ലേ കരളിൻ കുളിരല്ലേ. അതിനകത്ത് ആർക്കും അറിയില്ല, ആരും ഇൻട്രസ്റ്റഡ് ആയിട്ട് എന്നോട് ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും. 1000 പാദസരങ്ങൾ കിളങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി, ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി. ഹായ്, ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ അനൂപാണ്. എല്ലാവർക്കും ഹൃദയപൂർവ്വം നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാങ്ക് ചെയ്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, കുറേ അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നല്ലോ, കുറേ സംസാരങ്ങൾ, കുറേ ഫണ്ണി ചാറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എപ്പിസോഡാണ്, സ്കിപ്പ് ചെയ്യേണ്ട, ഒന്ന് കണ്ടു നോക്കൂ. अरे भैया तू किधर है? तिरुवनंतपुरम है, मैं उधर है दुबई. आई एम इधर है, आई एम कोची से, कोची है. कोची का है? वो मैं उधर प्रोड्यूसर के साथ डिस्कस करेगा. बादशाह का गारंटी का डिस्कशन इज गोइंग ऑन. उन्नी का 2 पंच കൊടുക്കുക. നിങ്ങൾ തമ്മിലുള്ള പ്ലേ ആയിരിക്കും അവസാനം വരുന്നത്. ഈ ലോകത്ത് ഒരുപാട് വ്യക്തികളുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ ആണെങ്കിൽ സ്പോർട്സ് താരങ്ങളുണ്ട്. അവര് സ്പോർട്സ് ചെയ്താലാണ് അത് ഒരു വാർത്തയിൽ ഇടം നേടുക. ഇപ്പൊ കൃഷിക്കാരാണെങ്കിൽ കൃഷി ചെയ്തിട്ടാണ് വാർത്തയിൽ ഇടം നേടുക. സിനിമാ താരങ്ങൾ അഭിനയിക്കുക, എഴുതുക, ഡയറക്ടർമാരെ ഡയറക്ടർ ചെയ്യുക. പക്ഷെ ഭീമൻ സാർ ഇതൊന്നും ചെയ്യേണ്ട, വെറുതെ ഒന്ന് എഴുന്നേറ്റ് നിന്നാ മതി വാർത്തയിൽ ഇടം നേടുക. അതാണ് ഗ്യാരണ്ടി. ഒരു കാര്യമില്ല, വെറുതെ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ വാർത്തയിൽ ഇടം നേടുക. അത് ഗ്യാരണ്ടി. 2 मास वेट करेगा और भी आएगा. क्या आएगा बोलो, क्या आएगा? എന്നോടാണോ? കുച്ചിനൈ ആകെ 4-3 പഠിച്ചു വെച്ചിട്ടുണ്ട്. കുച്ചിനൈ അപ്പൊ എന്തായാലും ഗ്യാരണ്ടി ആയേഗ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വലിയ സന്തോഷം സാർ ഇത്രയും സംസാരിച്ചതില്. ഒരിക്കൽ കൂടി ഞാൻ സാറിനെ ഇത് സാർ ആദ്യമേ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. സാറ് ഇത്രയൊക്കെ ഞാൻ സംസാരിച്ചെങ്കിൽ സാർ ഒരു വാക്ക് പോലും എന്താ പറയാ വെട്ടിക്കളയണമെന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു. ആവശ്യമൊന്നുമില്ല, നമ്മള് വേറെ ഒന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ആ പാട്ട് ഒന്നുകൂടെ പാടിത്തരുമോ? പോത്തേട്ട പോയി ചൊല്ലാമോ പൊന്നു പോത്തേട്ട പോയി ചൊല്ലാമോ. അപ്പൊ പോത്ത് നീലക്കണ്ണുള്ള എൻ്റെ വേളിപ്പെണ്ണോട്, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് നിന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ. പോത്തേട്ട പോയി ചൊല്ലാമോ പൊന്നു പോത്തേട്ട പോയി ചൊല്ലാമോ. അടിപൊളി. ഞാൻ ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ സെലിബ്രിറ്റി പ്രാങ്കുകൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് ഇന്നത്തെ ദിവസം ഇത്ര ഹാപ്പി ആയിട്ട് വിട്ടേക്കുന്ന ഒരു എപ്പിസോഡ് ഇത് ആരെ വിട്ടാ? ഇല്ല വിട്ടില്ല, അത് എഡിറ്റിങ്ങിലേക്ക് പോകും. പക്ഷെ എന്നാലും ഇത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര ഹാപ്പി ആയിട്ട് ഒരു എനർജറ്റിക് ആയിട്ടൊരു എപ്പിസോഡ് ഒരു ദിവസം തന്നെ എനിക്ക് എനർജറ്റിക് ആയിരിക്കുന്നത്. എന്തായാലും ആ ടൈറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പോത്തേട്ടൻ, പോത്ത് ജീവിതം, പോത്ത് ജീവിതം ബ്രാക്കറ്റ് പോത്തേട്ട, പോത്ത ജീവിതം ബ്രാക്കറ്റിൽ പോത്തേട്ട. എറണാകുളം എന്നാ സാർ വരിക? ഇതുപോലെ നല്ല കഥയൊക്കെ ആയിട്ട് ഇനി വാ കേട്ടാ. ഈ 1000 പാദസരങ്ങൾ കേട്ടിട്ടുണ്ട്.
ആയിരം പാദസ്വരങ്ങൾ കിലുങ്ങി. ആ പാട്ടില്ലേ? പറയൂ സാറേ. ആ പാട്ട് വേറെ രീതി പാടി എങ്ങനെ? ആയിരം പാദസരങ്ങൾ കിളങ്ങി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി ആരും കാണാതെ ഓളവും തീരവും ഹൊയ് ആലിംഗനങ്ങളിൽ മുഴുകി ഹൊയ് ഹൊയ് ആലിംഗനങ്ങളിൽ മുഴുകി. ഇതും വി ഡി രാജപ്പൻ്റെ ഒരു പ്രോഗ്രാമിലെ പാട്ടാ. അടിപൊളി. അതുപോലെ വേറൊരു പാട്ടുണ്ടല്ലോ സാർ, എനിക്ക് വി ഡി രാജപ്പൻ സാറിന്റെ ഞാൻ വലിയൊരു ഫാനാണ്. ആ ചികയുന്ന സുന്ദരിയിൽ ഒരു നല്ല പാട്ടുണ്ട്, ഓർമ്മയുണ്ടോ? എനിക്കറിയാം. എന്റെ അടിവയറ്റിൽ ഉരുണ്ടേട്ടം പൂവേട്ട, എനിക്ക് നല്ല ഒരുപാട് അവന്റെ ഒരുപാട് നല്ല പാട്ടുണ്ട്. അതുപോലെ ഈ പ്ലാവിന്റെ മുകളിൽ കയറി തൂങ്ങി മരിക്കാൻ നേരത്തെ ഒരു പാട്ടുണ്ടല്ലോ സാറേ. കൂടുള്ള പെൺകുട്ടികൾക്ക് 2-ലധികം കല്യാണം കഴിച്ചു കൊടുത്തു അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. നല്ലൊരു സിനിമാ പാട്ടിന്റെ ഒരു പാരഡി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ ഓർക്കുന്നില്ല. അതേതാ സാറേ? അതേതാന്നറിയാ? വരും ആ മ്യൂസിക് കേട്ടിട്ടുണ്ട്. തരരോ കേട്ടിട്ടുണ്ട്. വീഡിയോ പാടിയൊരു പാട്ടുണ്ട്, അത് പാടിക്ക. വരും ശനിയാഴ്ച 10 കഴിയുമ്പോൾ, വരും ശനിയാഴ്ച 10 കഴിയുമ്പോൾ വരുമോ മോർണിംഗ് ഷോ കാണാൻ, വരുമോ മോർണിംഗ് ഷോ കാണാൻ. അമ്മിണി നിന്നെ കാത്ത് നിൽക്കും ഞാൻ തിയേറ്ററിൽ ഏകനായി. അമ്മിണി നിന്നെ കാത്ത് നിൽക്കും ഞാൻ തിയേറ്ററിൽ ഏകനായി. കോളേജിൽ കയറാതെ കാത്തു നിൽക്കും കയ്യിൽ 2 ബാൽക്കണി ടിക്കറ്റുമായി. വരുമോ നീ വിഷുക്കണി കാണാനായി എൻ്റെ കരളല്ലേ, കരളിൻ കുളിരല്ലേ. വരുമോ മോർണിംഗ് ഷോ കാണാൻ. അച്ഛനറിയാതെ നീ ചാടണം, അമ്മയറിയാതെ നീ ചാടിപ്പോരണം. നീ വന്നില്ലെങ്കിൽ വരാനൊത്തില്ലെങ്കിൽ നിന്റെ അനുജത്തി അന്നാമ്മെ വിട്ടാൽ മതി. എൻ്റെ കരളല്ലേ, കരളിൻ കുളിരല്ലേ. വരുമോ ഷോ കാണാൻ. കേട്ടിട്ടുണ്ടോ? അയ്യോ സാറേ, ഇതിനകത്തെ ഇത് ഈ അമ്മിണിന്ന് വിളിക്കുന്നത് പെടക്കോഴിയല്ലേ? അതെ അതെ അതെ. ഇത് അവസാനം ഇതിനകത്ത് ഈ ഭയങ്കര ക്ലൈമാക്സ് ആണ് ഈ വി ഡി രാജപ്പൻ സാറിന്റെ ഈ ചെയ്യുന്ന സുന്ദരിക്കകത്ത്. ഞാനിത് വീട്ടിൽ കാസറ്റ് ഇട്ട് മറിച്ചും തിരിച്ചും കേട്ട്, നമുക്ക് ഹ്യൂമർ ഇഷ്ടമായതുകൊണ്ടേ പണ്ട് മുതലേ അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്നൊരു കാസറ്റ് വെച്ചിട്ട് ടേപ്പ് റെക്കോർഡറിൽ കാസറ്റ് ഇട്ട് തിരിച്ചും മറിച്ചും കേട്ടതിലൊരു സാധനമാണ്. ഇതിനകത്ത് ഈ ക്ലൈമാക്സിൽ വില്ലൻ വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ഗിനിക്കോഴിയല്ലേ വില്ലൻ ആണ്. അത് വരുമ്പോ പെടേ എന്ന് പറഞ്ഞു വിളിക്കൊക്കെ ഉണ്ടല്ലോ. നമ്മൾ വേറെ പരിപാടി ഇത് കേട്ട് അത് അത് എനിക്കൊന്ന് ലോക ക്ലാസിക്കുകളാണെന്ന് തോന്നുന്നു ഇത്തരത്തിലൊരു ഒരു പ്രോഡക്റ്റ് വി ഡി രാജപ്പൻ സാറിന്റെ. അതിനുശേഷം അങ്ങനത്തെ സാധനം ഒരാളെ ഇറങ്ങിയിട്ടില്ല. അത് മാത്രമല്ല, ഇതിന് മുമ്പ് വി ഡി രാജപ്പൻ സാറിന് മുമ്പ് എനിക്ക് ഉണ്ടോന്ന് അറിയത്തില്ല, വേൾഡിൽ ഇങ്ങനെ ഒരു ഇതുണ്ടോന്ന് അറിയില്ല ഇത്തരത്തിലൊരു. പിന്നെ ഉള്ളത് ലോർഡ് ആൻഡ് ഹാർലിയാണ്. അതെ ശരിയാണ് ഇംഗ്ലീഷിലുള്ള പിന്നെ രണ്ട് തട്ടിക്കിടക്കുന്ന 2 കഥാപാത്രം. അതെ ഇത് ഇങ്ങോട്ട്. എന്നിട്ട് ഈ ട്രെയിൻ തമ്മിലുള്ള പ്രണയം, പോത്തുകൾ തമ്മിലുള്ളത്, പിന്നെ ഈ സാറിന് അറിയാം ഫിയറ്റ് കാറിന്റെ അംബാസഡറുമായിട്ടുള്ള പ്രണയം ഉണ്ടല്ലോ. അതിനകത്തൊരു പാട്ട് ഓർമ്മയുണ്ട്, ഏതിലും കിട്ടിയ സാധനമാണ്. ഏതിലും ഓർമ്മയുണ്ട് സാറിന്? വേറെ ഏതിലും? ഞാൻ സാറേ ഞാൻ ഒരു പാട്ട് ഞാൻ റെഫറൻസ് തരാം സാറിന്, അത് കിട്ടും കൃത്യമായിട്ട്. അതായത് മദറേ എന്ന് പറയുന്ന സാറുണ്ടല്ലോ, മദറേ എൻ മദറേ ഉണരൂ വേഗം നീടെ ഇത് ആ ട്യൂണാണ്. പാട്ടറിയാം. ഉണരൂ വേഗം നീ സുമറാണി. അതിന്റെ ഒരു പാരഡി ഉണ്ട് സാർ, കേട്ടു നോക്കണേ. വി ഡി രാജപ്പൻ സാറിന്റെ കിട്ടില്ല സാധനം. മദറേ തേ മദറേ മദറേ പ്ലിങ്
അത് ഓർക്കുന്നില്ല. മധുരൈ നല്ല സാധനം അത്. അപ്പൊ എന്തായാലും വലിയ സന്തോഷം സാറേ. എനിക്ക് എന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ എപ്പിസോഡുകൾ പലത് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു എപ്പിസോഡ് ചെയ്ത് തീർന്നിട്ട് അതിന്റെ അത് കഴിഞ്ഞിട്ട് ഒരു ഫൺ സാറുമായിട്ടൊരു ടോക്ക്, അങ്ങനെ ഒരു ഗസ്റ്റുമായിട്ടുള്ള ടോക്ക് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സാറിനോട് കേട്ടോ. അതായത് വീടിരായപ്പൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ആ ഒരു മഹാനായ വ്യക്തിത്വം കൂടെ പിന്നെ കടന്നു വന്നു. തീർച്ചയായിട്ടും അവനെയൊന്നും മറക്കാനൊക്കത്തില്ല. കാരണം വെച്ചാൽ നമ്മുടെ എൻ്റെ 84, 82, 83, 84 കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ദുബായിൽ ഒരുമിച്ച് പോയ ഒരു കാലം ഉണ്ടായിരുന്നു. മനസ്സിലായില്ല, എൻ്റെ ട്രൂപ്പിൽ അവരുടെ ട്രൂപ്പിൽ എന്നെ മാത്രം വിളിച്ചോണ്ട് പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനൊന്ന് ചങ്ങനാശ്ശേരിയും അവനൊന്ന് കോട്ടയത്തുമാണ് താമസിച്ചിരുന്നത് വീഡിയോ. അല്ല അന്ന് ആ കാലഘട്ടം അന്ന് സാർ ഗസ്റ്റ് ആയിട്ട് പോയതാണോ അവരുടെ കൂടെ? അവരുടെ കൂടെ എന്നെ വിളിച്ചോണ്ട് പോകും. ഓ അടിപൊളി. പാട്ട് പാടാൻ. അവരുടെ ട്രൂപ്പ് എല്ലാം ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ 5-8 പഴയ പാട്ടുകൾ, മറ്റേ 1000 പാദസരങ്ങൾ. എന്നിട്ട് ഞാനത് പാടി കഴിയുമ്പോൾ വീടിരായപ്പൻ്റെ സ്റ്റൈലിൽ ആ പാട്ട് പാടും. അങ്ങനെയുള്ള സംഭവം. അതൊരു പുതിയ അറിവാണ് കേട്ടോ, പ്രേക്ഷകർക്കും അതൊരു പുതിയ അറിവാണ്. ഭയങ്കര രസമാണ് അതിൻ്റെയൊക്കെ ഒരു താളമേള കൊഴുപ്പെന്ന് പറഞ്ഞാൽ. അത് ആ സമയത്ത് രണ്ടാമത്തെ പ്രാവശ്യം പോയ സമയത്താണ് 1921 ഷൂട്ടിങ്ങിന് വേണ്ടി അബ്ദുള്ള കുട്ടിയുടെ വേഷത്തിന് വേണ്ടി സീമ, അതായത് IB ശശി പറഞ്ഞിട്ട് സീമയാണെന്ന് തോന്നുന്നു, എൻ്റെ വീട്ടിൽ വിളിച്ച് ദുബായിലെ എന്നെ നമ്പർ വിളിച്ചിട്ട് ചോദിച്ചു. ഞാൻ അന്തം വിട്ടുപോയി. സീമ എന്നെ വിളിക്കുന്നത് കേട്ടപ്പോൾ എവിടെയാടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ദുബായിലാണ്, നാളെ മറ്റന്നാൾ ഇവിടെ എത്തണം, 1921 ഷൂട്ടിങ് തുടങ്ങുകയാണ്, അതിലൊരു ഉഗ്രം കഥാപാത്രമാണെന്നോ. ഞാൻ വരണ്ടുപോയി. ഞാൻ ഡ്രൈവറിനടുത്ത് പറഞ്ഞു, അണ്ണാ എല്ലാം നിർത്തി നിർത്തിയിട്ട് എന്നെ ഒന്ന് വീട് എന്ത് പറ്റി ചേട്ടാന്ന് ചോദിച്ചു. ഇന്ന പോലെ സംഭവം എന്ന് പറഞ്ഞു. ശരി. പിറ്റേ ദിവസം എനിക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം കയറ്റി തന്നെ വിട്ടു. എനിക്ക് കുറെ തിരിച്ചു വന്ന് എൻ്റെ വീട്ടിൽ 2-3 പെട്ടിയിൽ സാധനങ്ങൾ ഏതാണ്ട് കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുത്തു. ചോദിച്ചിട്ടില്ല, അല്ല പറയാണ്. ആ സ്നേഹം ഒരുപാട്. ഞാൻ എന്തായാലും സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ. അതായത് ഇപ്പൊ ഈ വീടിരായപ്പൻ സാർ ഇപ്പൊ നമ്മള് TV-യിലൂടെയോ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. TV-യിലൂടെയും അതുപോലെ തന്നെ സ്ക്രീനിലും വേദികളിലും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ശരിക്കും അദ്ദേഹത്തിനോടൊപ്പം അല്ല സഞ്ചരിച്ചുകൊണ്ട് പോകുന്ന സമയത്തൊക്കെ ഈ തമാശ കഥകളും തമാശകളും ഇപ്പൊ സാറിന്റെ ഉള്ളിലും വലിയൊരു ഹ്യൂമർ സെൻസ് ഉള്ളതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള തമാശകൾ. ഫ്ലൈറ്റിലൊന്നും ഇരിക്കാനൊക്കത്തില്ല. ഭയങ്കര മേള, ഭയങ്കര മേള. അവിടെ എഴുന്നേറ്റൊക്കെ പോകും, നടക്കുകയൊക്കെ ചെയ്യും പുള്ളി അതിലേക്ക്. മുണ്ടെടുത്തല്ലേ വരുവുള്ളൂ. ഞാനിതേ ഉടുക്കുള്ളൂ എന്ന് പറയും. ഞാൻ പറഞ്ഞു ഞാനിപ്പോ ബെൽറ്റ് കെട്ടിക്കണമെന്ന് പറയാം. കാരണം എപ്പോഴും അടിച്ചു പോകുന്നത് പറയാനൊക്കത്തില്ല. ഒരു പാവം മനുഷ്യനാണ്, വെറും പാവം മനുഷ്യൻ. തീർച്ചയായിട്ടും. അല്ല അന്ന് സാറ് അന്ന് സാറ് ജോലിയിലില്ലായിരുന്നു, പോലീസിലില്ലായിരുന്നു ആ സമയത്ത്? ഉണ്ടായിരുന്നു. ഞാനന്ന് കോട്ടയത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സമയം. അത് അവിടുന്ന് ആ സമയത്ത് ലീവ് എടുത്ത് പോകും. അവിടുന്ന് ലീവ് എടുത്തു. ദുബായി പോകാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഞാനിങ്ങനെ തിരിച്ചു പോരുമല്ലോ. ഒരു 4-5 ഷോസിന് ഞാൻ കയറി. ഇങ്ങനെ പഴയ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വയലാർജിയുടെ ഒരുപാട് പാട്ടുകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാടും. അതിൻ്റെ പാരടി രായപ്പൻ പാടും. അങ്ങനെ ഒരു മേള രസമാണ്. വലിയ സന്തോഷം. എനിക്ക് സംസാരിച്ച് കൊതു തീരുന്നില്ല സത്യം. ഇതേപോലെ നമുക്ക് വീണ്ടും നമുക്ക് എന്തായാലും എറണാകുളത്ത് വരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും നേരിട്ടൊന്ന് ഇരുന്ന് സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ അടുത്ത ദിവസങ്ങളിൽ. തീർച്ചയായിട്ടും. ഒരു കാര്യം ചെയ്യും, നമുക്ക് വീഡിയോഗ്രാഫിന്റെ പാട്ടുകൾ ഉണ്ടെന്നുണ്ടെന്ന് കളക്ട് ചെയ്ത് വെക്കാം. നമുക്ക് രണ്ടുപേർക്കും കൂടെ ആ ഒരു സാധനം ഒരു എപ്പിസോഡ് ആക്കാം. അത് തീർച്ചയായിട്ടും. ഞാൻ അത് ഇപ്പൊ ആലോചിച്ചപ്പോഴും എന്തോരം സാധനങ്ങൾ കിടക്കുന്നത്. അപ്പൊ ഞാൻ ഒരു പുതിയ ഇപ്പൊ സാറ് രാജപ്പൻ സാറിനോട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നിച്ച് നിങ്ങൾ സാറിനെ ഗസ്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളുടെ സൗഹൃദമൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഇത് അറിയുന്നത് തന്നെ. അല്ലാതെ ആർക്കും അറിയില്ല. അതറിയില്ല. ചോദിച്ചിട്ടില്ല. അല്ലെ കാര്യം ഞാൻ എങ്ങനെ പറയും? അതെ സാറിപ്പോ ആ വീടിരായപ്പൻ പോത്ത് ജീവിതം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കഥയുടെ സ്റ്റോറി വന്നപ്പോ സാർ അതിൽ കയറി പിടിച്ച് പോത്തേട്ടന്റെ പാട്ട് പാടിയപ്പോ തന്നെ എന്റെ മൈൻഡിൽ വന്ന് ഇത് വേറെ ഐറ്റമാണ്. പോത്തേട്ടന് വേറെ ഐറ്റമാണ്. ഇതാണ് ശബ്ദം. അതെ. അയ്യോ ഭയങ്കര. ഞാനത് ഭയങ്കര പറഞ്ഞു. ഞാൻ ഇപ്പോഴും സാർ എന്റെ ഈ യൂട്യൂബിനകത്ത് ഈ സെർച്ച് ലിസ്റ്റ് ഉണ്ടല്ലോ സാറേ, സെർച്ച് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും കാറിൽ പോകുമ്പോൾ കേൾക്കുന്ന ഒരു ഐറ്റം ഇദ്ദേഹത്തിന്റെ കഥാപ്രസംഗത്തിന്റെ സീരീസ് ഉണ്ട്, പാട്ടുകളും. ഇത് മാത്രം എന്റെ ഫേവറേറ്റ്. എന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ലുക്ക് കിട്ടും, നരച്ച താടി. അല്ല അത് അവിടുന്ന് എടുത്തിട്ടുണ്ട്. അവിടെ മറ്റേ ഉണ്ണികൃഷ്ണൻ എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട് അവിടുന്ന്. അത് എടുക്കുക അല്ല ഉണ്ട്. അല്ല ഞാൻ പറയാണ്, അത് കണ്ടു നോക്കുമ്പോഴേ നിങ്ങൾ ഈ പറഞ്ഞ കുറച്ചും കൂടെ പേടിയോ? എന്താ സാറേ? കുറച്ചുകൂടെ പേടിയാവും.
പൊതുവെ എല്ലാവർക്കും പേടിയാണ് പറയുന്നത്. അതെ 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 സത്യം. ഇതുകൂടി ഈ നരച്ച താടി. വലിയ സന്തോഷം കണ്ടതിൽ, വലിയ വലിയ സന്തോഷം. ഓക്കെ സാർ, ബൈ ബൈ, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു രസകരമായ പ്രാങ്കുമായിട്ട് കാണാം.